ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ കോമൺ മാരിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ബേസിക് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതൊരു ഹാഫ് ആൻ അവറൊക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ജ്യൂസി ആയിട്ട് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാനിന്നിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അടച്ച് വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വേകും. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മതി. എന്നിട്ട് ആ വെള്ളം നമ്മൾ വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് അടച്ച് മാറ്റി വെക്കുക. നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അപ്പോൾ ഞാനിന്നിവിടെ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ലോഡഡ് ഫ്രൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൈദ നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷമാണ് ഞാൻ പാൽ ഒഴിച്ചത്. അപ്പോൾ നമുക്ക് ലംസ് ഇല്ലാതെ വേഗം തന്നെ കിട്ടും. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് മിൽക്ക് ഒഴിച്ച് നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ട്. പെപ്പറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയതാണ്. അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ഒരു സ്ലൈസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ചീസ് സ്ലൈസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് ഇത് ഓവർ കുക്ക് ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിൻ്റെ ലെയറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ബൗളെടുത്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ മയോണൈസിനകത്ത്, അതും ഹോം മെയ്ഡാണ്, അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഓണിയൻ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനുള്ള വെജീസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ പ്രിഫറൻസ് ആണ്. പിന്നെ ഞാനിവിടെ ചീസ് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടോ അല്ലാതെ ഇവിടെ ഞാനിപ്പം സ്ലൈസ് ചെറുതായിട്ടൊന്ന് സ്മോൾ പീസസ് ആക്കി ഇടുമായിരുന്നു. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം മതി. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ലോഡഡ് ഫ്രൈസും, എല്ലാ ഫ്രഞ്ച് ഫ്രൈസും നമ്മളിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.